ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. ജീവൻ മരണ പോരാട്ടത്തിൽ തലയെടുപ്പോടെ ചെന്നൈ സൂപ്പർ കിങ്സ്. IPL 18 സീസണിലെ തങ്ങളുടെ 7ാം റൗണ്ട് പോരാട്ടത്തിൽ കരുത്തരായ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ ഒരു തകർപ്പൻ ജയം നേടിയെടുത്തിരിക്കുകയാണ് ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ്. ജയം അനിവാര്യമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച്. കാരണം നിലവിൽ 6 മത്സരങ്ങൾ പിന്നിടുമ്പോൾ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്തായിരുന്നു CSK. സോ അതിനാൽ തന്നെ അതിനിർണായകമായിട്ടുള്ള പോരാട്ടത്തിൽ കരുത്തരായിട്ടുള്ള ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ അവരുടെ തട്ടകത്തിൽ ഏക്കാന സ്റ്റേഡിയത്തിൽ 3 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിൻ്റെ ഒരു ത്രില്ലർ വിജയവുമായി ചെന്നൈ സൂപ്പർ കിങ്സ് അങ്ങനെ തങ്ങളുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഒന്നുകൂടി നിലനിർത്തിയിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ സൂപ്പർ ജയൻസ് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 166 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിൽ 19.3 ഓവറിൽ 3 പന്തുകൾ ശേഷിക്കെ ചെന്നൈ സൂപ്പർ കിങ്സ് വിജയത്തിലേക്ക് എത്തുകയായിരുന്നു. നമുക്കറിയാം, ഈ സീസണിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ഒരു ബാറ്റിംഗ് യൂണിറ്റ് തന്നെയാണ് ലക്നൗ സൂപ്പർ ജയൻസിൻ്റേത്. ഏഡൻ മാർക്കറോ, മിച്ചൽ മാർഷും, നിക്കോളാസ് പൂരനും ഒക്കെ അടങ്ങുന്ന ഋഷഭ് പന്തൊക്കെ അടക്കുന്ന ആ ഒരു ബാറ്റിംഗ് യൂണിറ്റ് വളരെ അപകടകാരികൾ തന്നെയാണ്. സോ ആ ഒരു ബാറ്റിംഗ് യൂണിറ്റിനെയാണ് അവരുടെ തട്ടകത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ബൗളർമാർ ഇന്നലെ എറിഞ്ഞ് 166 ചെറിയൊരു താരതമ്യേന ചെറിയൊരു ടോട്ടലിലേക്ക് ഒതുക്കിയത്. സോ അത് തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയ തന്ത്രം തന്നെയായിരുന്നു. പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടുള്ള CSK ക്യാപ്റ്റനായിട്ടുള്ള മഹേന്ദ്ര സിംഗ് ധോണിയായിരുന്നു. ഒരു ഘട്ടത്തിൽ CSK തങ്ങളുടെ ചേസിങ്ങിൽ പരാജയത്തിലേക്ക് പോകുമെന്ന് തോന്നിപ്പിച്ച നിമിഷം അവസാന ഓവറുകൾ ധോണിയും അതുപോലെ തന്നെ ശിവം ഡൂബയും ചേർന്ന് നടത്തിയ ഒരു പ്രത്യാക്രമണമാണ് CSK തങ്ങളുടെ സീസണിലെ 2ാം വിജയത്തിലേക്ക് നയിച്ചത്. 11 പന്തുകൾ നേരിട്ട താരം 26 റൺസ് എടുത്ത് പുറത്താവാതെ നിൽപ്പുണ്ടായിരുന്നു. ആദ്യം വരുന്ന ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി കഴിഞ്ഞ 5 മത്സരങ്ങളിലും നിറമങ്ങിയപ്പോൾ അവരുടെ ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ഫോമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. ഈ സീസണിൽ ആദ്യ അർദ്ധ സെഞ്ചുറി അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. 49 പന്തുകൾ നേരിട്ട താരം 63 റൺസ് എടുത്താണ് പുറത്തായത്. മിച്ചൽ മാർഷ് 30ഉം ആയുഷ് ബഡോനി 22 റൺസും നേടിയിട്ടുണ്ട്. CSKക്ക് വേണ്ടി രവീന്ദ്ര ജഡേജ, മതീഷ പതിരണ 2 വിക്കറ്റ് വീതം നേടിയപ്പോൾ യുവതാരം അൻഷുൽ കമ്പോജ് 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മറുപടി ബാറ്റിങ്ങിൽ CSKയുടെയും തുടക്കം അത്ര മികച്ചതായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ തോൽവിയിലേക്ക് പോകും എന്ന് പ്രതീക്ഷിച്ച നിമിഷം തന്നെയാണ് അവസാന ഓവറുകളിൽ ഡെത്ത് ഓവറുകൾ ശിവം ഡൂബയും ധോണിയും ചേർന്ന് കടന്നാക്രമിച്ച ആ ഒരു പ്രതിരോധം CSK വിജയത്തിലേക്ക് കൊണ്ടെത്തിച്ചത്. ഡൂബ 37 പന്തുകൾ നേരിട്ടപ്പോൾ 41 റൺസ് എടുത്ത് പുറത്താവാതെ നിൽപ്പുണ്ടായിരുന്നു. രജിൻ രവീന്ദ്രൻ 37ഉം ഷെയ്ഖ് റഷീദ് 19 പന്തിൽ 27 റൺസ് നേടിയിട്ടുണ്ട്. LSCക്ക് വേണ്ടി രവി ബിഷ്ണോയ് 2ഉം ഏഡൻ മാർക്കറും ദിഗ്വേജ് സിംഗ് എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടിയിട്ടുണ്ട്. സോ വിജയത്തോടുകൂടി തങ്ങളുടെ സീസണിലെ പ്ലേ ഓഫ് പ്രതീക്ഷകളൊന്നും അസ്തമിക്കാതെ കാത്തുസൂക്ഷിക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.